ولولا شهادة المستخدمين على عيني واستقم صراط وعلى يبصروا ولولا شهادة المستخدمين سلام الله على ياسين حبيب الله فوسع منة الأيدي بأهل البديل يا أمجاد الملمات بأهل البديل يا الله صلاة على طه رسول الله صلاة الله سبيل الله وذو فضل وذو عقب അപ്പൊ നിസാറിന്റെ കുടിൽക്കലാണ് എളാപ്പ തിന്നേന്റെ കണക്ക് പറഞ്ഞു എളാപ്പ അങ്ങനെ എന്തൊക്കെയാ കഴിച്ചത്? ഞാന് ഒരു 2.5 പൊറാട്ട, പിന്നെ എത്ര പത്തിരി, 7 പത്തിരി, 2.5 ഗ്ലാസ് ചായ, 2 ഗ്ലാസ് ചായ, എത്ര കഴിച്ചത്? പച്ചവെള്ളം. 1 ഗ്ലാസ് പച്ചവെള്ളം. ഇനി 8:30 ഇവിടെ നമ്മളെ ഉണ്ണിയേട്ടന്റെ കല്യാണം ഉണ്ട്. അപ്പോ 2 ഐറ്റം പായസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. കടച്ചക്കന്റെ പായസമാണ്. പിന്നെ വേറെന്താ ചക്കക്കുരു പായസം ഉണ്ട്. ചക്കപ്പാടെ ആയിട്ട് ഇവിടെ കുട്ടികളെ തീറ്റ കേട്ടോ. കുട്ടികളെല്ലാവരും കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചില്ലേ? പത്തിരി ചിക്കൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. 2 ലക്ഷം ഉറുപ്പ്യ റെഡി പൈസ ഇപ്പൊ ഒരാളൊക്കെ ഉണ്ട്. ഇപ്പഴ് തരും, ഇന്നലെ കൊടുത്തു തരും പൈസ. സ്ഥലക്കച്ചവടം നടക്കാണ് കുടിൽക്കലിന്റെ അവിടെ. അപ്പൊ നമ്മുടെ സുകേഷാണ് ബിരിയാണിയുടെ ചെമ്പ് ഇറക്കാൻ പോണത്. സുകേഷേ, ഇതെല്ലാം ഇറക്കാൻ പോണ്? അപ്പൊ ബിരിയാണി ചെമ്പ് ഇറക്കാൻ പോവാണ്. ചാനലിൽ വരണല്ലോ. സുകേഷിന്റെ അധ്യക്ഷതയിലാണ് ചെമ്പ് ഇറക്കാൻ പോകുന്നത്. അതാണ് പറഞ്ഞത്, ചെക്കന്മാരുടെ ഉഷാറ് കളന്മാർ. ഇറക്കലൊടുക്കനെ കഴിഞ്ഞു. സിദ്ധാക്കൻ്റെ ബിരിയാണി റെഡി ആക്കണം. അപ്പൊ നമ്മളെ അമ്മായി ഒന്നുണ്ട് ഇവിടെ. എവിടെ സേഫ്? അവിടെ എവിടെക്കാ? അതെ അതെ ഹൗസിന്റെ ഓണർ നിസാർ. നമ്മളെ ജേസന്റെ മോന്റെ കുടിരിക്കലാണ്. അതായത് കുറ്റൂസ, അങ്ങനെ ഒരു പേരുണ്ട്. തെക്കൻ കണ്ണൂർ, കോഴിക്കോട് ഭാഗത്തൊക്കെ കുറ്റൂസ എന്നാ പറയാ. അപ്പൊ പാലക്കാട് നിന്ന് വന്നാണ് അമ്മായിയുടെ പെങ്ങളെ മോനെ. 1.5 വർഷത്തിന് ശേഷം മിലിറ്ററി. എന്തിനാ പഠിക്കണേ? വീട് എങ്ങനെയുണ്ട്? 2 ബെഡ്റൂം ഉണ്ട്. വീട് അടിപൊളിയാണ്. 850 സ്ക്വയർ ഫീറ്റ് ആയാലും സൂപ്പറാണ്. പിന്നെ നമ്മളെ മണി സംസാരിക്കും ബാക്കിയുള്ളത്. പറയാനുള്ള പ്രത്യേകിച്ചൊന്നുമില്ല. വീടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ വീടാണ്. വേറെ എന്താ പ്രത്യേകിച്ച്? നല്ല അടിപൊളിയാണ്. ഓക്കെ. ഇത് നമ്മളെ എടപ്പലത്തുള്ള അമ്മായി കേട്ടോ. എടപ്പലത്തുള്ള അമ്മായി. ഇത് നമ്മളെ ബാക്കിലുള്ള വളപുരത്തുള്ള അമ്മായി. എല്ലാ അമ്മായികളും പരിചയപ്പെടുന്നുണ്ട്. വളപുരത്തുള്ള അമ്മായിയാണ്. വളപുരല്ല, ഉപ്പൂത്തുള്ള അമ്മായി. പെരക്ക് വരുമ്പോഴാണ് വേണ്ടേ. വീടിന്റെ ഒരു ഭാഗമായിട്ടത് വാഷ് ബേസ്.
ആ അതുവാണല്ലോ കുഞ്ഞോള് പറ്റില്ല ലാസ്റ്റ്. അപ്പൊ അങ്ങനെ ഭക്ഷണം വിളമ്പിൽ തുടങ്ങിക്കണു. അതിനാലെത്തിക്കണു. അനക്കൊരു മെമ്മറീസ് ആണ് ഇതൊക്കെ. അങ്ങനെ ഹൗസ് വാമിങ്ങിൻ്റെ ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം വിളമ്പൽ തുടങ്ങിയിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിക്കനോട് മടുത്തിരുന്നു. അമ്മായിക്കോണോ വീഡിയോ എടുക്കല് കൊണ്ട് പെയ്ക്കല് ഓളങ്ങനെ കഴിക്കൂല. അങ്ങനെ എടുക്കാൻ പാടില്ല. ഇത് ഫോട്ടോ അല്ല, ഇത് വീഡിയോ ആണ്. എല്ലാരും ഉണ്ട്. വർത്താനം പറഞ്ഞോളി, അമ്മായിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോളി. പണ്ട് എന്തൊരു അമ്മായിയുടെ കഥ പറഞ്ഞില്ലേ? ആ അതാ എന്നെ. ആ യൂട്യൂബിൽ ഇടാതെ തന്നെയാണ്. അടുത്ത് കൊടുക്ക് പറഞ്ഞോളി. സക്കീരമ്മായിക്ക് അറിയില്ല, അമ്മായി പറഞ്ഞോളി. ആ കാണുവേ, പണ്ടത്തെ കഥ പറഞ്ഞു കൊടുക്ക്. കൊണ്ടുപോവാ ആരൊക്കെ കവർ കൊടുന്നോല് ഒന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു ആൾക്കാരെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു എല്ലാരും ഓരോ കവർ ബാഗിൽ വെച്ച് വന്നോളൂ പറഞ്ഞു. അർജന്റ് മീറ്റിംഗ് അതെന്തായിരുന്നു? അതന്നെ ചോറിന് കവർ ആരൊക്കെ കൊണ്ടുവരാന്നുള്ളത്. അതെ മുമ്പ് വളമ്പായിരുന്നല്ലോ. ഓല് പോയിട്ടോ പിന്നെ വളമ്പായിരുന്നല്ലോ. എന്താണ് എന്റെ അഭിപ്രായം? എന്താ വിളമ്പ പ്രൊഫഷണൽ ആയതുകൊണ്ട് വേഗം വിളമ്പി തീർത്തു. സാധനം തീർന്നല്ലോ. തട്ടില് പീസ് കമ്മി എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. അത് വിളമ്പിലേറെ നീച്ചപ്പോ മനസ്സിലായില്ലേ? അപ്പൊ അതെ കഷ്ണങ്ങളൊക്കെ നല്ല കഷ്ണങ്ങളായിരുന്നു ഇതിൽ കൂടുതലുണ്ടാവും. അറിയോ തലസ്ഥാന നഗരിയിൽ നിന്നും കുടിരിക്കലിനെത്തിയ നമ്മളെ EP രണ്ടു വാക്ക് സംസാരിക്കാണ്ട്. എന്താണ് വീടൊക്കെ കണ്ടിട്ട്? വീടെന്താ 4 ലക്ഷം റുപ്യക്ക് നമ്മളെ സെറ്റ് വീടല്ലേ സാറ്? 4 ലക്ഷം റുപ്യ 16 ലക്ഷം റുപ്യ ഞാൻ പറഞ്ഞു നമ്മള് പ്രൊമോഷൻ ഇത് കാര്യത്തിലെന്നു എന്താ വീട് ഉഷാറായി. പിന്നെ നിസാറ് ഇനി അടുത്ത ഒരു 6 മാസം കഴിഞ്ഞാൽ നിസാറിന്റെ കല്യാണം കൂടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടും കൂടെ ഒന്നിച്ചിട്ടാണ് നമ്മള് വിചാരിച്ചത്. 10ൽ എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട്? 10ൽ മിക്കവാറും 8 നമുക്ക് കൊടുക്കാം. ബിരിയാണിക്ക് എത്ര മാർക്കാ? ഇവിടെ ഉള്ളതുകൊണ്ടാണ് 2 കുറഞ്ഞത്. ബിരിയാണിക്ക് എത്ര മാർക്കുണ്ട്? ബിരിയാണിക്ക് നമ്മള് 10ൽ 8 കൊടുക്കാം. മുന്നത്തെ ചെടി വെച്ച് എങ്ങനെയുണ്ട്? ചെടി വെച്ച ആൾക്കാരെ ചെടി വെച്ച് ഞാനും സാഫിയും മണിയാട്ടോ രാത്രി 11 മണിക്കാണ് ചെടി വെച്ചത്. അനിലിനെന്തോ പറയാ കൂടെ മണിക്ക്
എന്താണ് പറയാനുള്ളത് നമുക്ക് എന്ത് പറയാൻ ഹൗസ് വാമിങ്ങിനെ കുറിച്ച് പറയ്. കുടിരിക്കലിനെ കുറിച്ച് 2 വാക്ക്, ചെറിയ രീതിയിൽ 2 വാക്ക്. അവിടെ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് വിളിച്ചാണ്. പളാപ്പ ഉണ്ടാ കുഞ്ഞി പളാപ്പ? ഇത് കേറുന്ന ഞാൻ കായട് അതന്നെ നമുക്ക് പറയാനുള്ളത്. ഏത് കമ്മിണ്ടല്ലേ? അച്ചാറിൽ നാരങ്ങ കമ്മിണ്ട് പറഞ്ഞ ശരിയാ? പിന്നെ ഇന്നത്തെ കുടിരിക്കലിനെ കുറിച്ചിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒന്ന് പറഞ്ഞു. കുടിരിക്കല് കുഴപ്പമൊന്നുമില്ല. രാവിലെ 4:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് പാല് കാച്ചി അങ്ങനെ കുടിരിക്കല് അതോടുകൂടി സുബീസ്കാരം കൂടി അവസാനിച്ചൊരു മൗലൂദോട് കൂടി ഫുഡ് ഉണ്ടായിരുന്നു. രാവിലെ പാല് കാച്ച ഉടനെ ഈത്തപ്പഴം, അലുവ, പിന്നെ തേങ്ങാപ്പൂള്. അപ്പൊ അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ മൗലൂദ് കഴിഞ്ഞ് ദോയം കഴിഞ്ഞ് പൊറാട്ട, പത്തിരി, ചപ്പാത്തി, റൊട്ടി, ദോശ, പിന്നെ കിണ്ണത്തപ്പം, ബീഫ് വരട്ടിയത്, പിന്നെ ചില്ലി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചായ, പാൽ ചായ, കട്ടൻ ചായ, മധുരമില്ലാത്ത ചായ, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അല്ല അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കുളി കഴിഞ്ഞ് നമ്മളെ ഉണ്ണിയേട്ടന്റെ മോളെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ ആ കല്യാണത്തിന് പോയി. നമ്മളെ സെയ്തുകാരനെ മകൻ ഉണ്ടായിരുന്നു എന്റെ അടുത്ത്, മാനു. അപ്പൊ 5 ഗ്ലാസ് പായസം കുടിച്ചു. ഞാൻ 4 ഗ്ലാസ് മറ്റേ ശർക്കര പായസം, 4 പരിപ്പ് പായസം ഗ്ലാസ്, 4 ഗ്ലാസ് പരിപ്പ്, 2 ഗ്ലാസ് അടയും കുടിച്ചു. 2 വറ്റ് ചോറ്, 2 വറ്റ് ചോറും തിന്നു. ഇവിടെ വന്ന് ചോറ് തിന്നിട്ടില്ല. എത്ര മണിക്ക് തിന്നാൻ പറ്റും? ഇവിടുന്ന് ഇപ്പൊ ഇനിയിപ്പോ 2:30 തിന്നു. 2:30 കഴിക്കും. അത് കഴിഞ്ഞ് രാത്രി ഒരുപാട് ഫുഡ് ബാലൻസ് ആണ്. അത് രാത്രി ചൂടാക്കി തിന്നൂല. അപ്പൊ ഞങ്ങള് കൊടുങ്ങല്ലൂർ പോകാണ്ട്, പിന്നെ എറണാകുളം. കൊടുങ്ങല്ലൂർക്ക് ചിക്കനേറ്റ്. അത് കഴിഞ്ഞൊരു കേസാണ് ഞങ്ങളെ 10-15 ആളെ പേരില്. അപ്പൊ 3-ാം പ്രതി ഞാനാണ്. അപ്പൊ എറണാകുളത്താണ് കേസ്. കഴിഞ്ഞ പ്രാവശ്യം നടടിന്റെ വയറ്റത്ത് ഊത്തപ്പട്ടിക്ക കിട്ടിയത്. അപ്പൊ ഇതോടുകൂടി നമ്മൾ അവസാനിച്ചു. വെള്ളം കുടിച്ചോ?